UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയുടെ ഭാഗമായതാണ് പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ഹൈക്കമാൻഡിനെ നിർബന്ധിതമാക്കിയത്. പക്ഷേ പല പേരുകൾ ഉയർന്നു വരികയും ആ പേരുകൾ 12ലേക്ക് എത്തുകയും ചെയ്തതോടെയാണ് ഈ 12 പേരിൽ ആരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന ചോദ്യം ഹൈക്കമാൻഡിന് മുൻപിൽ വലിയ വെല്ലുവിളിയായി മാറിയത്. എന്തായാലും വിശദമായ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ 12ൽ നിന്ന് ആ പട്ടിക ഇപ്പോൾ 5ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ആ 5ൽ നേരത്തെ തന്നെ സജീവമായി മുൻപിൽ കേട്ട പേരുകളിൽ പ്രധാനപ്പെട്ടത് കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം ജോസഫ് വടക്കൻ, മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, ബെന്നി ബെഹ്റാൻ തുടങ്ങിയ പേരുകളാണ്. ഈ 5 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗ്രൂപ്പ് നേതാക്കളടക്കം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷോ ജോസഫ് വടക്കനോ KPCC അധ്യക്ഷനാകുന്നതിനോട് തങ്ങൾക്കൊരു പ്രയാസവുമില്ല, അതിനെല്ലാ പിന്തുണയുമെന്ന നിലപാടിലേക്ക് VD പക്ഷം എത്തിയിരിക്കുന്നു. അതേസമയം പാർട്ടിയെ ചലനാത്മകമായി നയിക്കാൻ യുവമുഖമാണ് KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടതെന്ന നിലപാടിലാണ് KC പക്ഷം. അവർ മുഴുവൻ മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിലിനും വേണ്ടിയാണ് സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന് കരുതിയിരുന്നയാളാണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചുമതല നൽകിക്കൊണ്ട് മാത്യു കുഴൽനാടന് മന്ത്രിസഭയിൽ പ്രവേശനം നിഷേധിച്ചതിലുള്ള നീതി നിഷേധം അത് ഇത്തരത്തിൽ വേണം പരിഗണിക്കാനെന്ന നിലപാടിലേക്ക് കൂടി മാത്യുവിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം KC പക്ഷത്തെ നേതാക്കൾ എത്തിയിരിക്കുന്നു. അതേസമയം പഴയ A ഗ്രൂപ്പാണ് ബെന്നി ബെഹ്നാനു വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 5 പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ ചർച്ചകളാണ് പാർട്ടിക്കുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായും അതോടൊപ്പം ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായ AK ആന്റണി ഉൾപ്പെടെയുള്ളവരുമായി നേരിൽ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില ചർച്ചകളൊക്കെ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ വിവരങ്ങൾ ഹൈക്കമാൻഡിനെ അവർ അറിയിക്കും. ഹൈക്കമാൻഡിനെ അറിയിച്ച ശേഷം മുഖ്യമന്ത്രിയുമായി ആദ്യഘട്ടത്തിൽ കൂടിക്കാഴ്ച പൂർത്തിയാക്കിയതിനു ശേഷം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നതിൽ ഒരു കാലതാമസം നേരിട്ടിരുന്നു. ഒരുപക്ഷെ ഓണസമ്മാനമായി പുതിയ KPCC അധ്യക്ഷൻ ആരാകുമെന്ന് അറിയാൻ കഴിയുമെന്ന സൂചനയാണ് ഇപ്പോൾ KPCC നേതൃത്വം നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ പറയുന്നത് പോലെയുള്ള സമ്മർദ്ദം, ഒരു ഭാഗത്ത് VD പക്ഷത്തിന്റെ സമ്മർദ്ദം, മറുഭാഗത്ത് KC പക്ഷത്തിന്റെ സമ്മർദ്ദം, അത് തുടരുകയാണല്ലോ. അതിന് ഇനിയിപ്പോൾ ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അതിൽ ആദ്യമേയൊക്കെ ഉയർന്നു കേട്ടിരുന്നത് ഒരു ഫുൾ ടൈം KPCC അധ്യക്ഷൻ, അതായത് ആ പദവിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ളതാണ്. പക്ഷേ ഈ പട്ടികയിലേക്ക് എത്തുമ്പോഴും ജോസഫ് വാഴക്കനെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാവരും തന്നെ ഈ പറയുന്നത് പോലെ ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി പ്രവർത്തിക്കുകയാണല്ലോ. ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി VD സതീശൻ സർക്കാർ അധികാരമേറ്റ് 3 മാസം പിന്നിടുന്ന സാഹചര്യം. ആ 3 മാസം ആകുമ്പോൾ പാർട്ടിക്കും സർക്കാരിനും ഇടയിൽ ഒരു ഏകോപനമില്ല, അങ്ങനെ ഒരു കോമൺ ബ്രിഡ്ജ് ഇല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ടാണ് നമുക്കറിയാം വിവാദമായ പ്ലീഡർ നിയമനമായാലും അത് കഴിഞ്ഞെടുത്ത മറ്റ് പല തീരുമാനങ്ങളായാലും പാർട്ടി താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നതെന്ന ആക്ഷേപം ഒരു വിഭാഗം നേതാക്കൾ ശക്തമാക്കിയത്. ഒരുപക്ഷെ പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ സ്വീകാര്യതയുള്ള ഒരു മുഖം KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരണമെന്നൊരു താൽപര്യം കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കും. അത് തന്നെയാണ് നേതൃത്വത്തിന് മുമ്പിലെയും വെല്ലുവിളി. കാരണം VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗത്തിനും നേതാക്കൾക്കുമൊക്കെ ഒരുപോലെ അംഗീകരിക്കാനാവുന്ന സ്വീകാര്യതയുള്ള ഒരു മുഖത്തെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുക എന്നതാണ് ഹൈക്കമാൻഡ് നേരിടുന്ന ഏറ്റവും ശ്രമകരമായ വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് ഈ 5 പേരും അർഹരാണെങ്കിലും ഈ 5 പേരിൽ പാർട്ടിയെയും ഗ്രൂപ്പ് സംവിധാനങ്ങളെയും അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങളെയും എല്ലാം ഒരുപോലെ നയിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റൻസ് ഉള്ള സ്വീകാര്യതയുള്ള ഒരു മുഖത്തെ പാർട്ടിയെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പൂർണ്ണമായി ഇതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.